പ്രശാന്ത്, ഈ കേരള BJP അരങ്ങ് ഉണരുകയാണ്. സംഘടനാ സംവിധാനങ്ങളൊക്കെ തന്നെ ഈ ഒരു പൊളിച്ചെഴുത്ത് നടത്തുകയാണ്. 14 ജില്ലകളൊക്കെ മാറി ഇപ്പം BJPയുടെ ദൃഷ്ടിയിൽ 30 ജില്ലകളിലേക്ക് കടന്നിരിക്കുകയാണ്. ഒരുപക്ഷെ ഇതൊക്കെ ഈ കൊല്ലത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ കണ്ടുകൊണ്ടായിരിക്കും അല്ലേ? അല്ല, അത് കണ്ണിൽ അങ്ങനല്ലല്ലോ സുബി. ഓരോ പാർട്ടിക്കും സംഘടനാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ മുറ പോലെ നടക്കുന്ന അവരുടെ ഭരണഘടന അനുസരിച്ച് 3 കൊല്ലം കഴിയുമ്പോൾ നേതൃത്വത്തിനകത്ത് മാറ്റം വരുത്തുന്നുണ്ടല്ലോ. സംഘടനാ തെരഞ്ഞെടുപ്പ് ഇത്തവണത്തെ സംഘടനാ തെരഞ്ഞെടുപ്പ് ആ തരത്തിലല്ല, കുറച്ചുകൂടെ വിപുലമാക്കിയിരിക്കണം. അതാണ് ഞാൻ എടുത്തു പറഞ്ഞത്. 14 ജില്ല അല്ലിപ്പം. അത് സംഘടനാ തെരഞ്ഞെടുപ്പിനകത്ത് അവരുടെ ഈ ഇപ്പോൾ ജില്ലാടിസ്ഥാനത്തിനല്ല, അതിനകത്ത് അവർക്ക് എന്തെങ്കിലും മാനദണ്ഡം കാണും. ഒരുപക്ഷെ കൂടുതൽ പോപ്പുലേഷനുള്ള ജനസാന്ദ്രതയുള്ള ഇടങ്ങളിൽ അവിടെ പ്രവർത്തനത്തിന് കൂടുതൽ ആഴത്തിൽ ഇറങ്ങുന്നതിന് വേണ്ടി കൂടുതൽ ആൾക്കാരെ നിയമിക്കുന്നു. അതുകൊണ്ടാണല്ലോ എറണാകുളം പോലെയുള്ള ജില്ലകളിൽ 3 പേരാവുന്നത്. കാരണം കൂടുതൽ വിസ്തൃതിയുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഓടിയെത്താൻ ഒരു ജില്ലാ പ്രസിഡന്റിന് കഴിയത്തില്ലെങ്കിൽ ആ ഒരു ജില്ലാ പ്രസിഡന്റിന് പകരം അവിടെ 3 ജില്ലാ പ്രസിഡന്റ് ആവും. നമുക്കതല്ല ഇപ്പം പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സംഘടനാ തെരഞ്ഞെടുപ്പ് 3 കൊല്ലം കൂടുമ്പം BJPയുടെ ഉണ്ട്. അത് അവരുടെ ഭരണഘടനയുടെ ഭാഗമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനകത്ത് BJPയുടെ നേതൃത്വത്തിൽ വരുന്ന ആൾക്ക് 2 പ്രാവശ്യം ഒരു ടേണിലിരിക്കാൻ പറ്റും. ഇതിപ്പം താഴെ ബൂത്ത് പ്രസിഡന്റ് ആയാലും 6 കൊല്ലം ഇരിക്കാം, അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും 6 കൊല്ലം ഇരിക്കാം, നിയോജകമണ്ഡല പ്രസിഡന്റ് അല്ലെങ്കിൽ അവരുടെ ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ്. ഇപ്പം 2 ടേം അടുപ്പിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം ആ പോസ്റ്റുകളിൽ വരാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു തവണ ഇരുന്നിട്ട് വേറെ ആളൊക്കെ വരാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടും പിന്നെ ഈ സാർ പറഞ്ഞതുപോലെ സംഘടനയെ ഊർജ്ജസ്വലമാക്കുന്നതിന് വേണ്ടി. അപ്പോൾ നമുക്കിപ്പോൾ തോന്നാൻ കാര്യം എന്ന് പറഞ്ഞാൽ സംഘടനയെ ഊർജ്ജസ്വലമാക്കുന്നത് സാധാരണ പൊതുജനത്തിനും അല്ലെങ്കിൽ പത്രത്തിനും ഒക്കെ മാധ്യമങ്ങൾക്കും ഒക്കെ തോന്നും. കാരണം അടുത്ത് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അതിനുശേഷം BJPക്ക് ഏറ്റവും BJP എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ കരുത്ത്, അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ സാധിക്കും എന്ന് തെളിയിക്കേണ്ട ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ് വരുന്നത്. കാരണം ഇന്ത്യയിലുടനീളം BJP അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോകുമ്പം കേരളത്തിൽ ഈ പറയുന്നത് പോലെ BJP ഉണ്ടായത് 80-ലാണ്. 82 തൊട്ട് ഇലക്ഷൻ മത്സരിക്കുക. അപ്പം അതിനകത്ത് 82 തൊട്ട് മത്സരിക്കുമ്പോൾ 2004 PC തോമസ് ജയിച്ചിട്ടുണ്ട്, അറിയാമല്ലോ. മാണിയുടെ ഭാഗത്ത് നിന്ന് വിട്ടുനിന്ന് 500 വോട്ടിന് അദ്ദേഹം NDAയുടെ സഹായത്തോടു കൂടിയാണ് MP ആവുന്നത്. അതാണ് ആദ്യ വിജയം. അതിനുശേഷം 2016 നേമത്തുനിന്ന് രാജഗോപാൽ ജയിക്കുന്നു, ഒരു MLA ഉണ്ടായിരുന്നു. ഇപ്പം 2024 സുരേഷ് ഗോപി ജയിച്ചിട്ടുണ്ട്. അപ്പം വേറെ ഇപ്പം ഈ 80-ന് ശേഷം വേറെ വ്യക്തമായിട്ട് അവർക്ക് ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ചില പഞ്ചായത്തുകളിലൊക്കെ അല്ലെങ്കിൽ നേരത്തെ നിന്ന് വ്യത്യസ്തമായിട്ട് വ്യക്തമായിട്ട് സ്വാധീനം കേരളത്തിൽ ഇതുവരെ ഭരണകാര്യങ്ങളിൽ അല്ലെങ്കിൽ നിയമസഭ പോലെയും ലോകസഭ പോലെയും ഉള്ള സംവിധാനങ്ങളിൽ അവർ വന്നിട്ടില്ല. അവർ ഏറ്റവും വന്നിട്ടില്ല. അപ്പം അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് BJP നടത്തുന്നത്. അപ്പോൾ BJP ഒരുങ്ങുമ്പോൾ എങ്ങനെ ഒരുങ്ങിയാൽ BJPക്ക് കേരളത്തിൽ അവർക്ക് വേണ്ട നിയമസഭാ സീറ്റുകളും ലോകസഭാ സീറ്റുകളും അല്ലെങ്കിൽ ഈ പറഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള അധികാരങ്ങളും പിടിക്കാൻ സാധിക്കുമെന്ന് ബോധ്യപ്പെട്ട് ഒരുങ്ങുന്നെങ്കിലേ കാര്യമുള്ളൂ. കാരണം BJP എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മറ്റ് 2 രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞിരിക്കുന്നത് ഇതൊരു വർഗീയ പാർട്ടി. മുസ്ലിം ലീഗ് നിൽക്കും, പേരുള്ള മുസ്ലിം ലീഗ്, മുസ്ലിങ്ങളുടെ പേരുള്ള മുസ്ലിം ലീഗ് നിൽക്കുമ്പോൾ അവർ ജനാധിപത്യ പാർട്ടിയും BJP അവരുടെ ഭാഷയിൽ വർഗീയ പാർട്ടിയോ അവരാ പറയുന്ന BJP വർഗീയ പാർട്ടിയാണ്. അവരുടെ ഭാഗമായിട്ട് നിൽക്കുന്ന UDF പറയുന്ന വർഗീയ പാർട്ടിയാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന UDF പറയുന്ന വർഗീയ പാർട്ടിയാണ്. അല്ലെങ്കിൽ SDP-ക്കാരൻ്റെ വോട്ട് പരസ്യമായിട്ട് തോളോട് തോളിൽ നിന്ന് മേടിക്കുന്ന CPM-ഉം കോൺഗ്രസും പറയുന്നത് BJP വർഗീയ പാർട്ടിയാണ്. അപ്പോൾ BJP വർഗീയ പാർട്ടി അല്ല, അത് ജനാധിപത്യ സംവിധാനത്തിൽ കൂടിയുള്ള പാർട്ടിയാണെന്ന് അവർ പ്രചരിപ്പിക്കുകയും മാത്രവുമല്ല, കേരളത്തിലെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്നത് ഏതാണ്ട് 45% ന്യൂനപക്ഷ വോട്ടാണ് കേരളത്തിൽ. അതിനകത്ത് 30% മുസ്ലിം വോട്ടാണ്, പിന്നെ ഉള്ള 15% ക്രിസ്ത്യാനി വോട്ട്, ബാക്കി 55% ഹിന്ദു വോട്ടിനകത്ത് നായർ വരും, ഈഴവൻ വരും, OBC വരും, എല്ലാ വിഭാഗവും വരും. ഈ വോട്ട് ഇപ്പോഴും ഈഴവൻ്റെ വോട്ടും OBC വോട്ടുകളും വലിയൊരു സ്വാധീനം നിൽക്കുന്നത് CPM-ൻ്റെ കയ്യിലാണ്, അതായത് CPI-യുടെ കയ്യിലാണ്. CPM-ഉം CPI-യുമാണ് യഥാർത്ഥത്തിൽ ഹിന്ദു പാർട്ടി. അപ്പോൾ 20% വോട്ട് ഓടെ നോക്കുമ്പോൾ കേരളത്തിൽ പിടിച്ചിരിക്കുന്ന BJPക്ക് ഇനിയും മുൻപോട്ട് നടക്കണമെങ്കിൽ ന്യൂനപക്ഷ വോട്ട് വേണം. ന്യൂനപക്ഷ വോട്ട് വേണമെന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കാര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ, ഇന്നത്തെ കാര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ യാതൊരു കാരണവശാലും ഈ 45% ന്യൂനപക്ഷം ഉള്ളിടത്ത് ആ 30% മുസ്ലിം ന്യൂനപക്ഷത്തിനകത്തുനിന്ന് 1% പോലും കിട്ടത്തില്ല. പിന്നെ വരേണ്ടത് ഈ 15% ക്രിസ്ത്യാനികളുടെ വോട്ടാണ്.
ക്രിസ്ത്യാനിയുടെ വോട്ട് അല്ലെങ്കിൽ ക്രിസ്ത്യാനി BJPയെ പറ്റി ഇപ്പം പരിശോധിക്കുമ്പോൾ കുറച്ചൊന്ന് ചിന്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കുറച്ച് എന്താ BJPയുടെ കൂടെ കൂടിയാൽ എന്ന് ആലോചിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആലോചിച്ചിട്ട് വീണ്ടും അവർ പഴയ മടയിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം അവിടെ വേണ്ടതെന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷത്തിനെ വളരെ കൃത്യമായിട്ട്, അതായത് BJP കേരളത്തിൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഉണ്ടാക്കുന്ന സ്വാധീനത്തിനനുസരിച്ച് ഇവിടെ അവർക്കിവിടെ MLA-മാരും MP-മാരും ഉണ്ടാകത്തുള്ളൂ. ഈ 55% വരുന്ന ഹിന്ദു വോട്ട് ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ വ്യക്തമായിട്ട് ഹിന്ദുക്കൾക്ക് മാത്രം സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു നിയോജകമണ്ഡലവും ഇല്ല. അല്ലെങ്കിൽ അവർക്ക് മാത്രമായിട്ട് വിചാരിച്ചാൽ അത്തരത്തിലുള്ള നിയോജകമണ്ഡലം പരിശോധിക്കുമ്പോൾ വളരെ തുലോമാണ്. അപ്പം ഞാനീ പറയുന്നത്, ഇപ്പം അവർ 3 ജില്ലാ പ്രസിഡന്റുമാരെ എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനി വെച്ചിട്ടുണ്ട്, 3 പേരെ സ്ത്രീകളെ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമ്മളിപ്പോൾ അടുത്തു നോക്കുമ്പോൾ ഏറ്റവും ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക് പോലും പറച്ചിൽ വരുന്ന അല്ലെങ്കിൽ കൊള്ളാവുന്ന തിരുമേനിമാരുമായിട്ട് ബന്ധമുള്ള ഏത് കാര്യവും ഏത് തിരുമേനിയുടെ അടുത്തും അല്ലെങ്കിൽ സഭാ നേതൃത്വത്തിൻ്റെ അടുത്തും തുറന്നു പറയാൻ നട്ടലുള്ള, അത് ലോഹ്യത്തിൽ പറയാനും അലോഹ്യത്തിൽ പറയാനും സ്വാധീനമുള്ളതും മറ്റു വിഭാഗങ്ങൾക്കിടയ്ക്കും സ്വാധീനമുള്ള ഒരു നേതാവ് എന്ത് പറഞ്ഞാലും വിടുവായനാന്ന് പറഞ്ഞാലും PC ജോർജാ. അതിന് തർക്കമൊന്നുമില്ല. മാണിക്ക് ശേഷവും അല്ലെങ്കിൽ മരിച്ചുപോയ ജേക്കബിന് ശേഷവും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ക്രിസ്ത്യാനികൾ പല നേതാക്കന്മാരുണ്ട്. പക്ഷേ സഭാ നേതൃത്വത്തിനടുത്ത് ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്നാളെ എന്ന് വിളിച്ചു പറയാനും അല്ലെങ്കിൽ സഭയുടെ ഒരു കാര്യം വരുമ്പോൾ പരസ്യമായിട്ട് സഭയ്ക്ക് പിന്തുണ കൊടുത്ത് നിന്നിട്ടുള്ള ഒരു നേതാവൊക്കെ എന്ന് പറഞ്ഞാൽ PC ജോർജ് സഭയ്ക്ക് അല്ലെങ്കിൽ സഭയുടെ വിഷയം വരുമ്പോൾ സഭയ്ക്ക് പിന്തുണ കൊടുത്ത് നിന്നിട്ടുള്ള സമയത്ത് BJPയുടെ ഭാഗമല്ല. പക്ഷെ നാക്ക് എങ്ങനെയോ ആയി പോയത് കൊണ്ട് ആർക്കൊക്കെ ചില അത് അദ്ദേഹത്തെ പറ്റി പറയാൻ പറ്റുമ്പോഴും അദ്ദേഹത്തിന്റെ നാക്ക് അങ്ങനെയാണ്. അദ്ദേഹം ശുദ്ധനാണെന്നുള്ള ഒരു പറച്ചിലുകാരും വളരെ കൂടുതലായിട്ടുണ്ട്. മാത്രമല്ല അങ്ങേര് ഉറക്ക വിളിച്ചു പറയുന്ന കാര്യങ്ങൾ നഗ്ന സത്യങ്ങളല്ലേ എന്ന് പറയുന്ന കാര്യമുണ്ട്. കാരണം അപ്രിയ സത്യങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അപ്രിയ സത്യങ്ങൾ നഗ്നം എന്ന് പറയും. ക്രിസ്ത്യാനിക്ക് ഇവിടെ ഭയങ്കര ഭീഷണികൾ ഉണ്ടായ സമയങ്ങളുണ്ടല്ലോ. അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന് ഈ പാലയിലല്ലേ നമ്മുടെ ഈ അച്ഛൻ ഒരുപക്ഷെ ഈ ലവ് ജിഹാദിന്റെ വിഷയം വന്നപ്പോൾ അന്ന് പറഞ്ഞു കുഞ്ഞുങ്ങൾ ധാരാളമായിട്ട് ഇതിനകത്ത് പെട്ടുപോകുന്നുണ്ട്, ക്രിസ്ത്യാനികൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ SDPക്കാരൻ പ്രകടനം നടത്തിയപ്പോൾ ഇവിടുത്തെ RSSകാരൻ ഉണ്ടായിരുന്നു തടയാൻ. അതിൻ്റെ കൂടെ ഇറങ്ങി നിൽക്കാൻ PC ജോർജായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈരാറ്റുപേട്ടയിലാണെന്ന് തോന്നുന്നു ഈ പറയുന്ന പോലെ പള്ളിക്കകത്ത് കുർബാന നടത്തിയപ്പം ആ വിഷയം അപ്പം 10-25 ബൈക്ക് ആ പള്ളിക്കകത്ത് കയറി കുർബാന നടന്നുകൊണ്ടിരുന്ന സമയത്ത് മുസ്ലിം യുവാക്കൾ മാത്രം അതിനകത്ത് അന്ന് മുസ്ലിം യുവാക്കളാണെന്ന് പറയാനെടുത്ത പത്രങ്ങൾ തയ്യാറായില്ല. മുസ്ലിം യുവാക്കൾ മാത്രമായിരുന്നു. അത് കയറി ഇപ്പം ഇറങ്ങി വന്ന് ഇവിടെ കുർബാന നടക്കുമെന്ന് പറഞ്ഞാൽ പള്ളിയിലച്ചിന് തെള്ളിയിട്ടിട്ട് അയാളുടെ നെഞ്ചത്തൂടൊന്ന് ബൈക്ക് കയറ്റി. ആ വിഷയം ചർച്ച ചെയ്യാൻ ഇവിടുത്തെ ഒരു നേതാക്കന്മാരും ഉണ്ടായിരുന്നില്ല. അതൊരു പ്രത്യേക ഭാഗത്ത് ആ വിഷയത്തിന് വന്ന് മുമ്പ് ഇന്ന് PC ജോർജ്. അതുപോലെ തന്നെ TJ ജോസഫിന്റെ കൈവെട്ടിയ കേസ് സഭാ നേതൃത്വം അന്തിച്ചു നിന്നില്ലേ? അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇവിടുത്തെ മുസ്ലിങ്ങളെ ഭയന്നു, അല്ലെങ്കിൽ ഇതുപോലെ SDPക്കാരനെ ഭയന്നു, PFIക്കാരനെ പറഞ്ഞു അയാളെ അവിടുന്ന് മാറ്റി നിർത്തി, ആ കുടുംബത്തെ ഒറ്റപ്പെടുത്തി. ആ സഭ അങ്ങനെയാണ് ക്രിസ്ത്യൻ സഭ. അത്രയ്ക്ക് ഭയന്നാണ് ക്രിസ്ത്യൻ സഭ വന്നത്. മുസ്ലിങ്ങൾ വരട്ടി നിങ്ങളുടെ സ്കൂളുകളിലും കോളേജുകളിലും അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനങ്ങളിലും ഇനിയും ആളുണ്ടാവത്തില്ല, ഞങ്ങളെല്ലാവരും പിൻവലിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വരണ്ടു. ആ സമയത്തും നിന്നത് ഇവിടുത്തെ RSSും അല്ലെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ കൂടെ ഒന്നും PC ജോർജുള്ളൂ. ഞാനീ പറയാൻ വന്നത് PC ജോർജ് അതുപോലെ ഷോൺ ജോർജ് ഇപ്പം മുരമ്പം വിഷയം സുരേഷ് ഗോപി കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ആ വിഷയം കേരളത്തിലുടനീളമുള്ള ക്രിസ്ത്യാനികളുടെ ഇടയിലും അല്ലെങ്കിൽ കാര്യം ഇന്നതാണ്, ഇവിടുത്തെ ക്രിസ്ത്യാനിക്ക് BJP ഉള്ളൂ ഇല്ലെന്ന് പറഞ്ഞ് വ്യക്തത വരുത്തി പറയാൻ സാധിക്കുന്ന PC ജോർജിനാണ്. BJP പറയേണ്ട വ്യക്തത വരുത്തിയുള്ള രാഷ്ട്രീയം, BJPയുടെ രാഷ്ട്രീയം ഇതാണ്. അത് വ്യക്തത വരുത്തി പറയാൻ BJPയുടെ നേതൃത്വത്തിന് കഴിയാത്തപ്പോൾ PC ജോർജിന് പലപ്പോഴും കഴിയുന്നുണ്ട്. PC ജോർജിനെ വളരെ കൃത്യമായിട്ട് സംഘടനാ തെരഞ്ഞെടുപ്പിന് ശേഷം നല്ല ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് വളരെ കൃത്യമായ ഒരു സ്ഥാനത്ത് അയാളെയും അതേപോലെ ഷോൺ ജോർജിനെയും ഒക്കെ പ്ലേസ് ചെയ്യാമെങ്കിൽ ഒരു പക്ഷേ ഈ പറയുന്ന നാളെക്കാലത്തെ അവരുടെ പോരായ്മ ഈ 20% നിന്നും 30%-ലേക്കോ അല്ലെങ്കിൽ MLA ഇല്ലാത്ത അവസ്ഥയിൽ നിന്നും വീണ്ടും MLA-മാരുണ്ടാകുന്ന ഒരവസ്ഥയിലേക്കോ ഒരു സുരേഷ് ഗോപിയിൽ നിന്നും വീണ്ടും കൂടുതൽ സുരേഷ് ഗോപിമാർ MP-മാരായിട്ട് അല്ലെങ്കിൽ കൂടുതൽ MP-മാരുണ്ടാകുന്നതിനൊക്കെ സാധ്യമാകുന്ന ഒരവസ്ഥയുണ്ടാകും. അല്ലാതെ സംഘടനാ തെരഞ്ഞെടുപ്പിനകത്ത് കൃത്യമായ ലക്ഷ്യബോധമില്ലാതെ പോയാൽ 80-ന് ശേഷം 82 തൊട്ട് ഇവിടെ കൃത്യമായിട്ട് മത്സരിക്കുന്നുണ്ട് BJP. മത്സരിച്ചു പോകുന്നതല്ലാതെ ഒരു അധികാര സ്ഥാനങ്ങൾ വരാത്ത അവസ്ഥയുണ്ട്. 2026-ൽ വോട്ട് കച്ചവടം ഉണ്ടായിരുന്നു. അതെനിക്കറിയത്തില്ല, അത് പറയുന്നുണ്ട്, ആക്ഷേപമുണ്ട്. അപ്പം സാറി പറഞ്ഞതുപോലെ ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് മാധ്യമങ്ങളും അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാരും ചർച്ച ചെയ്യുന്നു. വളരെ ലക്ഷ്യത്തോടു കൂടിയാണ് BJP അത് നടത്തുന്നത്, അത് കൊണ്ടുപോകുന്നത്.
ആ ലക്ഷ്യപ്രാപ്തി എന്ന് പറഞ്ഞാൽ മെയ്വഴക്കമുള്ള രാഷ്ട്രീയക്കാരനാണ്. രാഷ്ട്രീയക്കാരൻ എന്ന് പറഞ്ഞാൽ അവസ്വരോചിതമായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ, വളരെ കൃത്യമായിട്ടും ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചാൽ മാത്രമേ ആൾക്കാരുടെ വോട്ട് പെട്ടിയിൽ അല്ലെങ്കിൽ അവരുടെ ഭാഗമായിട്ട് വരത്തുള്ളൂ. ആ രീതിയിലുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ സംഘടന ചലിപ്പിക്കാൻ കഴിയുന്ന ആൾക്കാരെ സംഘടനയുടെ ഭാഗമായിട്ട് വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനാ സംവിധാനമായിരിക്കണം ബി ജെ പിക്ക് ഉണ്ടായത്. കാരണം ബി ജെ പിക്ക് ഈ 80-ന് ശേഷം ഇത്രയും കാലം ഇതേ രീതിയിൽ വളരെ കൃത്യമായിട്ട് സംഘടനാ തെരഞ്ഞെടുപ്പും ഉത്തരവാദിത്തപ്പെട്ടവരുമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട്. എന്നിട്ടും ഇത്രയും ഒക്കെ വന്നിട്ടുള്ളൂ. ആ വരുന്നതിനകത്ത് കേരളത്തിലെ ഒരുപക്ഷെ ബി ജെ പി നേതാക്കന്മാരെ കുറ്റം പറയുവാണെന്ന് വിചാരിച്ചാലും കുഴപ്പമില്ല. അവർക്ക് സംഘടനയെ കൃത്യമായിട്ട് കൊണ്ടുവരുന്നതിനെ കാട്ടി ഇവിടെ താല്പര്യം ഗ്രൂപ്പും ചില പ്രശ്നങ്ങളുമൊക്കെയാണ്. അതൊക്കെ മാറ്റിവെച്ചിട്ട് ജയിക്കാൻ പ്രാപ്തമാകുന്ന രീതിയിൽ ഉള്ളൊരു സംവിധാനം വേണമെങ്കിൽ ഈ 15% വരുന്ന ക്രിസ്ത്യൻ ന്യൂനപക്ഷം കേരളത്തിൽ സഹായിക്കാൻ തുടങ്ങുന്ന ഒരവസ്ഥ വന്നാൽ മാത്രമേ കേരളത്തിൽ ബി ജെ പി രക്ഷപ്പെടത്തുള്ളൂ. കാരണം ഇപ്പോഴും 55% വരുന്ന ഹിന്ദുക്കൾ ഇപ്പോഴും സി പി ഐയുടെയും സി പി എമ്മിൻ്റെയും ഭാഗമായിട്ട് തന്നെ നിൽക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള 26%-ൻ്റെ 15% വോട്ടും ഇപ്പോഴും സി പി എമ്മിൻ്റെ കയ്യിലാണ്. അത് ആ രീതിയിൽ നിലനിർന്നു പോയാൽ ഈ പറയുന്ന പോലെ ആ ബി ജെ പിക്ക് ഇനിയും ഉള്ള പോക്കിന് അല്ലെങ്കിൽ മുന്നോട്ടുള്ള പോക്കിന് ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് വേണം. അതിനകത്ത് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ക്രിസ്ത്യൻ വോട്ടാണ്. കാരണം മുനമ്പം വിഷയം മറ്റു വിഷയങ്ങളുണ്ട്. ക്രിസ്ത്യാനികളുടെ വിഷയത്തിനകത്ത് വളരെ കൃത്യമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. അത് ക്രിസ്ത്യാനിയെ ബോധ്യപ്പെടുത്തണം. മാത്രവുമല്ല അവരുടെ കാര്യങ്ങൾ കൃത്യമായി ബി ജെ പിക്കകത്ത് നടത്താൻ കഴിവുള്ള നേതാക്കന്മാർ എന്ന് പറയുന്ന പി സി ജോർജിനെ പോലെയുള്ളവർ അതിനകത്തുണ്ടാവണം. എന്നാലേ ക്രിസ്ത്യാനിക്ക് ഈ പാർട്ടിയോട് താല്പര്യവും അല്ലെങ്കിൽ പ്രതീക്ഷയും വരത്തുള്ളൂ. നമ്മൾ പത്തനംതിട്ടയിലെ കാര്യം എൻ്റെ കൂടെ പറഞ്ഞു പോകാം. അന്ന് പത്തനംതിട്ട സ്ഥാനാർത്ഥി പി സി ജോർജ് ആയിരുന്നെങ്കിൽ ഈ അനിൽ ആന്റണിയെ വോട്ട് സമാഹരിച്ചതിന് ഒരു പക്ഷേ ചില ഘട്ടങ്ങളിൽ അവിടെ വിജയിക്കാൻ വരെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം തീരുമാനങ്ങൾ വളരെ ദീർഘവീക്ഷണത്തോടെ കൂടി എടുക്കുക. താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന അവസ്ഥ വരുമ്പോൾ പാർട്ടി താല്പര്യത്തിന് ഒന്നാമത്തെ പരിഗണന കൊടുക്കുക. രണ്ടാമത്തെ പരിഗണന മാത്രം സ്വന്തം താല്പര്യത്തിന് നേതാക്കന്മാർ കൊടുത്തു പോകുന്ന ഒരവസ്ഥയായിരിക്കണം ഈ സംഘടനാ തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞ് എല്ലാ നേതാക്കന്മാരും തീരുമാനിക്കേണ്ടത്. ഇതുവരെയുള്ള മുന്നേറ്റത്തിന് കൂടുതൽ ബാധ്യത അല്ലെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് ഒരുപക്ഷെ ദേശീയ തലത്തിലുള്ള നേതാക്കന്മാരുടെ പ്രവർത്തനവും അവരുടെ പോക്കും തന്നെയാണ്. അതുകൊണ്ട് ആ പ്രതീക്ഷ ജനങ്ങളിലുള്ളത് ഊട്ടി ഉറപ്പിച്ച് മുന്നോട്ട് പോയാൽ നല്ലൊരു ബി ജെ പി നാളെ കാലത്ത് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.